2005 പുറത്തിറങ്ങിയ കിങ് കോങ് എന്ന മൂവിയുടെ പാർട്ട് 2 എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇത്. ഓൾറെഡി ചാനലിൽ പാർട്ട് 1 എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. പാർട്ട് 1 വീഡിയോ കാണാനായി മുകളിൽ കാണുന്ന ഐക്കാർഡിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്തോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഥ പറഞ്ഞു നിർത്തിയത് കോൾ കിങ് കോങ്ങിനെ കാണുന്ന സീന് വരെ. എന്നാൽ ആ കാര്യം കോൾ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടില്ല. തുടർന്ന് കുറച്ച് ടീം അവിടെ നിന്നിട്ട് വേറെ കുറച്ച് ടീം ആ പാലം വഴി കാട്ടിനകത്ത് പോവുകയാണ്. എന്നാൽ ആദ്യം തന്നെ അവരെ അവിടെ കാത്തിരുന്നത് വൻ അപകടങ്ങളായിരുന്നു. ഒരു ഡൈനോസറിന്റെ അത്ര വലിപ്പമുള്ള കാണ്ടാമൃഗം അവർക്ക് നേരെ പാഞ്ഞു വരുന്നു. ചിലരെയൊക്കെ അതെടുത്ത് കുടഞ്ഞെറിയുന്നു. അവസാനം കഷ്ടിച്ചവർ അതിനെ കൊല്ലുകയാണ്. ഇതൊരു വിചിത്ര ഐലൻഡാണ്. നാട്ടിലുള്ളതിനേക്കാൾ പല വ്യത്യസ്തമായ ജീവികൾ ഇവിടെ കാണുമെന്ന് അവർക്ക് ഉറപ്പായി. അടുത്ത സീനിൽ കാണിക്കുന്നത് കോങ്ങിനെയാണ്. കോങ് അവളെ തിന്നാനുള്ള ശ്രമത്തിലാണ്. ആന താഴെ നോക്കുമ്പോൾ അവളുടെ കഴുത്തിലെ അതേ മാലയുമിട്ട് കിടക്കുന്ന കുറെ തലയോട്ടികളെ കാണുന്നു. ശേഷം ആ മാലയൂരി അതിലെ കൊമ്പുകൊണ്ട് കോങ്ങിന്റെ കയ്യിൽ തറയ്ക്കുകയും തുടർന്ന് അവിടെ നിന്നും ഓടിപ്പോകുന്ന സമയത്ത് വീണ്ടും കോങ് അവളെ പിടിച്ച് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇവിടെ ബാക്കിയുള്ളവർ നടന്നു പോകുന്ന വഴിക്ക് കോങ്ങിന്റെ കാൽപ്പാടുകൾ കാണാനിടയാവുകയാണ്. പക്ഷേ ഇത് ഏത് ജീവിയാണെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് തന്നെ കോളും തൻ്റെ 2 കൂട്ടാളികളും ചേർന്ന് മുന്നിലായിട്ട് നടക്കുമ്പോൾ വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച തന്നെ കാണുകയാണ്. ഒരുപാട് വലിയ ഭീമൻ സസ്യബുക്ക് ഡൈനോസറുകൾ അവിടെ നിൽക്കുകയാണ്. അതിനെയൊക്കെ വേഗം കോൾ വീഡിയോ എടുക്കുന്നു. അപ്പോഴേക്കും അവിടെ ടീറക്സുകൾ എത്തുകയാണ്. ആ ഒരു ബഹളത്തിനിടയിൽ സസ്യബുക്കെല്ലാം ചിതറിപ്പാഞ്ഞ് അവർക്ക് നേരെ ഓടി വരുന്നു. അല്പസമയത്തിനു ശേഷം ബാക്കിയുള്ളവർ കണ്ടത് ജീവൻ കൊണ്ട് ഓടിവരുന്ന കോളിനെയും കൂട്ടരെയുമാണ്. പിന്നാലെ ഒരു കൂട്ടം ഡൈനോസറുകളും. അടുത്ത സീനിൽ മുഴുവൻ ഒരു അത്ഭുതകരമായ സാഹസിക രക്ഷപ്പെടൽ. ഡൈനോസറിന്റെ ചവിട്ട് കൊണ്ട് ചിലരൊക്കെ അവിടെ മരിക്കുന്നു. ഒപ്പം ചിലരെയൊക്കെ ടീറക്സുകളും പിടികൂടുന്നു. അവസാനം എല്ലാ ഡൈനോസറുകളും കാല് തന്നെ വീഴുകയും അതിനിടയിൽപ്പെട്ട് രക്ഷപ്പെട്ടവരെല്ലാം മുകളിലോട്ട് വലിഞ്ഞു കയറുകയും ചെയ്യുന്നു. പക്ഷേ കോളിന്റെ ഉറ്റ സുഹൃത്തായ ക്യാമറാമാനെ ഒരു ടീറക്സ് പിടികൂടുകയാണ്. ശേഷം അവർ ഒരു തടാകത്തിനരികെ എത്തുകയും അവിടെ 2 ചങ്ങാടങ്ങൾ ഉണ്ടാക്കി അതിലവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം ഇവിടെ കോങ്ങിന്റെ കയ്യിൽ നിന്നും ആന ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിന് കോങ് അനുവദിച്ചില്ല. തുടർന്ന് തനിക്കറിയാവുന്ന സർക്കസുകൾ കോങ്ങിന് മുമ്പിൽ അവൾ അവതരിപ്പിക്കുന്നു. എന്നാൽ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ട് അത് കണ്ട് കോങ് ചിരിച്ച് ആസ്വദിക്കുകയാണ്. കോങ് അവളുമായി നല്ല ചങ്ങാത്തത്തിലായി വരുന്നു. ശേഷം നീ എന്തിനാണ് എന്നെ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ ദേഷ്യം കൊണ്ട് അവിടെയുള്ള പാറകളൊക്കെ എടുത്തെറിഞ്ഞ് അവളുമായി പിണങ്ങി കോങ് മാറിപ്പോകുന്നു. ആ തക്കത്തിന് ആൻ ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇവിടെ തടാകത്തിനകത്ത് നിന്നും ഒരുപാട് മോൺസ്റ്റർ ജീവികൾ അവർക്ക് നേരെ ആക്രമിക്കാൻ വരുന്നു. പെട്ടെന്ന് അത് പോവുകയും പിന്നീട് ഒരു വലിയ ഭീമൻ പല്ലുകളുള്ള മോൺസ്റ്റർ അവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ വായിൽ നിന്നും കുറച്ചുപേര് രക്ഷപ്പെടുന്നു. ചങ്ങാടം മറിഞ്ഞതിനാൽ ചിലരെയൊക്കെ അത് ഭക്ഷണമാക്കുന്നു. അവസാനം കരയിൽ കയറാൻ വന്ന ഒരാളെ ഏവരെയും ഭീതിപ്പെടുത്തിക്കൊണ്ട് ആ മോൺസ്റ്റർ അയാളെ കടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതെല്ലാം കോളിന്റെ ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ നടന്ന് കോങ് സ്ഥിരമായി വന്നു പോകുന്ന പ്രദേശത്തേക്ക് എത്തുകയാണ്. അവിടെ വീണുകിടക്കുന്ന വലിയ മരത്തിന്റെ മുകളിൽ കയറി ബാക്കിയുള്ളവരെ അവിടെ നിർത്തി ക്യാപ്റ്റന്റെ കൂട്ടുകാരൻ മാത്രം അപ്പുറത്തേക്ക് പോകുമ്പോൾ വലിയ അലർച്ചയോടെ കോങ് അവിടെ വന്ന് അയാളെ പിടികൂടുന്നു. ഈ കോങ് ആദ്യം അയാളെ നോക്കി അലറിയെങ്കിലും പിന്നെ ദേഷ്യമടക്കി ഒന്നും തന്നെ ചെയ്യില്ലായിരുന്നു. പക്ഷേ വീണ്ടും അയാൾ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കോങ് അയാളെ വലിച്ചെറിയുകയാണ്. തുടർന്ന് മരത്തിനെ അനക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെ താഴോട്ട് തള്ളിയിടുന്നു. എന്നാൽ വലിയ കാട്ടുവള്ളികളിൽ കുരുങ്ങി കുറച്ചു പേര് ആപത്തൊന്നുമില്ലാതെ താഴേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ജാക്കിന്റെയും കൂട്ടരുടെയും ബഹളങ്ങൾ ആന് കേൾക്കാനിടയാവുകയും അവർ തന്നെ രക്ഷിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. മുന്നോട്ടോടിപ്പോകുമ്പോൾ അവിടെ മുതലവർഗത്തിൽപ്പെടുന്ന ഒരു ഭീമൻ ജീവി നിൽക്കുകയാണ്. അത് അവളെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ പൊള്ള മരത്തിനകത്തുകൂടെ തൽക്കാലം ഓടിക്കയറി രക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് ആ ജീവിയെ നിഷ്പ്രയാസം എന്തോ ഒന്ന് പൊക്കിയെടുക്കുകയാണ്. അത് കോങ്ങായിരിക്കുമെന്ന് ആൻ ആദ്യം കരുതുന്നു. എന്നാൽ പിന്നീട് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. അവിടെ വന്നത് ഒരു കൂറ്റൻ ടീറക്സ് ആയിരുന്നു. അങ്ങനെ അതിൻ്റെ വായിൽ നിന്നും ഓടി മറ്റൊരു സ്ഥലത്തൊളിച്ചിരിക്കുമ്പോൾ തൊട്ട് സൈഡിലായി വേറൊരു ടീറക്സും അവളെ ആക്രമിക്കാൻ തുടങ്ങുന്നു. 2 ടീറക്സുകളും ചേർന്ന് അവളെ കൊന്ന് നായടക്കാൻ ഓട്ടിക്കുകയാണ്. മരണം മുന്നിലെത്തുന്ന നിമിഷം ആനിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കോങ് അപ്രതീക്ഷിതമായി അവിടെ വന്ന് ടീറക്സിനെ തടുക്കുകയാണ്.
പിന്നാലെ മറ്റേ ടീറക്സും അവിടെ എത്തുന്നു. തുടർന്ന് അതിൻ്റെ കയ്യിൽ നിന്നും ആനിനെ കോങ് വളരെ കഷ്ടപ്പെട്ട് സേവ് ചെയ്യുന്നു. അവസാനം ടീറക്സും കോങ്ങും ആനുമായി കൊക്കയിൽ വന്ന് വീഴുകയാണ്. ഭാഗ്യത്തിന് കാട്ടുവള്ളികളിൽ കുരുങ്ങി ആന രക്ഷപ്പെടുന്നു. ശേഷം അവിടുന്ന് താഴെയിറങ്ങി ആന ഓടുമ്പോൾ പിന്നാലെ ഒരു ടീറക്സും കൂടെ ഓടിപ്പോകുന്നു. മറ്റൊരു ടീറക്സിനെ കൊന്നതിനു ശേഷം അടുത്തതിനെ ലക്ഷ്യം വെച്ച് കോങ് ആനിൻ്റെ പിന്നിൽ ചാടി വന്ന് നിൽക്കുകയാണ്. തുടർന്ന് ആ ടീറക്സിൻ്റെ വായിനെ കീറി കൊന്നിട്ട് ഇനി ആരെങ്കിലും ഉണ്ടാ മൈരുകളെ എന്ന് വിളിച്ച് ആനിൻ്റെ മുന്നിൽ മാസ് കാണിച്ചു നിൽക്കുന്നു. പക്ഷേ കോങ് ആനിനോട് പിണങ്ങി തന്നെ ഇരിക്കുകയാണ്. ശേഷം കോങ് നടന്നു പോകുമ്പോൾ ആന പിന്നാലെ ഓടുന്നു. അപ്പോഴേക്കും അവളെയുമെടുത്ത് തോളിലിരുത്തി കുതിച്ചു പായുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം ഇവിടെ ജാക്കും കൂട്ടരും വീഴ്ചയിൽ നിന്നും ബോധമുണരുകയാണ്. കോൾ നോക്കുമ്പോൾ താൻ ഇത്രയും നേരം ഷൂട്ട് ചെയ്തു വെച്ച ക്യാമറ പൊട്ടി ഫിലിമൊക്കെ നാശമായിരിക്കുന്നു. ഇവർ ഇപ്പോൾ നിൽക്കുന്നത് വേം മോൺസ്റ്ററുകളുള്ള ഒരു ചതുപ്പ് പോലത്തെ സ്ഥലത്താണ്. വേം മോൺസ്റ്റേഴ്സ് അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഒപ്പം മറ്റു പല ജെയിന്റ് മോൺസ്റ്റർ പ്രാണികളും അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. കൂട്ടത്തിൽ ഒരുപാട് പേർ മരിക്കുന്നു. ജാക്കും കോളും ജിമ്മിയും മാത്രമായി അവസാനം മരണത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ മുകളിൽ നിന്നും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ്റെ ടീമിലുള്ള ഒരാൾ അതിനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അവരെ രക്ഷിച്ച് മുകളിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ജാക്ക് കയറിയത് കോങ് ഉള്ള ഭാഗത്തിലെ സൈഡിലോട്ടാണ്. കാരണം ജാക്ക് ആനിനെ സ്നേഹിക്കുന്നു. അവളില്ലാതെ ഇവൻ എന്തായാലും ഇനി തിരിച്ചു പോവില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് വേണ്ടി പാലമുയർത്താൻ കോളിനോട് ജാക്ക് പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. കോങ് ആനിനെയും കൊണ്ട് അതിൻ്റെ സ്ഥലത്ത് പോകുന്നു. അതിമനോഹരമായ കാഴ്ച, മനസ്സിനെ സന്തോഷകരമാക്കുന്ന വ്യൂ. കോങ് ആനിനെ വളരെ ദയനീയമായി നോക്കുന്നു. ആന് കോങ്ങിൻ്റെ ഉറ്റ സുഹൃത്തായി മാറി. അവസാനം ജാക്ക് കോങ്ങിൻ്റെ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ ഒരുപാട് ജെയിന്റ് വവ്വാലുകളുണ്ട്. കോങ് ഉറങ്ങുന്ന സമയമാണിപ്പോൾ. ജാക്ക് ആനിനെ വിളിച്ചുണർത്തി അവളുമായി പോകാൻ തുടങ്ങുമ്പോൾ കോങ് ഉണരുകയും ജാക്കിനെ കോങ് ഉപദ്രവിക്കാൻ തുടങ്ങുന്ന സമയം വവ്വാലുകളെല്ലാം പറന്ന് കോങ്ങിൻ്റെ അടുക്കലേക്ക് വരുന്നു. ആ ഒരു സമയം കൊണ്ട് ഒരു വവ്വാലിൻ്റെ കാലിൽ പിടിച്ച് ജാക്ക് അവളെയുമായി താഴോട്ട് പോകുന്നു. എന്നിട്ട് വെള്ളത്തിൽ വന്ന് വീഴുകയാണ്. ആനിനെ കൊണ്ടുപോയതിൽ ദേഷ്യമടക്കാനാവാതെ കോങ് കിടന്ന് അലറുന്നു. കോങ്ങിൻ്റെ അലർച്ച ജാക്കിനെയും ആനിനെയും കാത്തു നിൽക്കുന്ന കോളും കൂട്ടരും കേൾക്കുകയാണ്. എന്നാൽ ഇവരുടെ ഉദ്ദേശം വേറൊന്നും കൂടിയായിരുന്നു. എങ്ങനെയെങ്കിലും കോങ്ങിനെ പിടിച്ചുകൊണ്ട് സിറ്റിയിൽ പോവുക. ഈ പ്ലാൻ കോളിൻ്റേതായിരുന്നു. അതിനാൽ ഷിപ്പിനകത്ത് നിന്നും ക്യാപ്റ്റൻ്റെ കൈവശമുള്ള ഒരുപാട് ക്ലോറോഫോം അവർ കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ജാക്കും ആനും ഓടി പാലം കടന്ന് ഷിപ്പിൻ്റെ അടുത്ത് എത്തുകയാണ്. തൊട്ടു പിന്നാലെ കോങ്ങുമുണ്ട്. കോങ്ങിനെ പിടിക്കാൻ ക്ലോറോഫോമുമായി നിൽക്കുന്ന കോളിനെയും ക്യാപ്റ്റനെയും പണിക്കാരെയും ആന കാണുന്നു. അവരെ ആന തടയാൻ ശ്രമിച്ചെങ്കിലും ഒറ്റയ്ക്ക് അവൾക്ക് അതിനെ സാധിച്ചില്ല. അവളെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് ബോട്ടിൽ കയറ്റുന്നു. ഇവർ ഒരുപാട് ക്ലോറോഫോം കോങ്ങിൻ്റെ അടുക്കൽ എറിഞ്ഞു പൊട്ടിക്കുന്നു. അതുകൊണ്ട് കോങ് പതുക്കെ പതുക്കെ ബോധം കെടുകയാണ്. അവസാനം വെള്ളത്തിൻ്റെ അടുക്കൽ വരെ എത്തിയെങ്കിലും കോങ് പൂർണ്ണമായും ബോധം കെട്ട് വീഴുന്നു. ശേഷം പിന്നീട് കാണിക്കുന്നത് അവരുടെ സിറ്റിയാണ്. അവിടെ വലിയ ആഘോഷം തന്നെ നടക്കുന്നു. ഒരു സെലിബ്രിറ്റിയുടെ ചർച്ചാ വിഷയം. അത് വേറെ ആരുമല്ല, കോൾ തന്നെയായിരുന്നു. താൻ പിടിച്ചു കൊണ്ടുവന്ന കോങ്ങിനെ തൻ്റെ ജനങ്ങൾക്ക് തന്നെ കാഴ്ചവെക്കുന്നു. വലിയ കട്ടിയുള്ള ചങ്ങലയിലാണ് കോങ്ങിനെ ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടും കോൾ വലിയ ഒരു പണക്കാരനായി മാറി. ആ പണത്തിൽ നിന്നും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കുറച്ചു പൈസ വീതിച്ചു കൊടുത്തു. ആനിപ്പോൾ മറ്റൊരു ഷോയിൽ പങ്കെടുക്കുകയാണ്. ജാക്ക് പഴയതുപോലെ തന്നെ ഷൂട്ടിംഗ് ഒക്കെയായി പോകുന്നു. അങ്ങനെ കോങ്ങിൻ്റെ പ്രദർശനമറിഞ്ഞ് ജാക്ക് അങ്ങോട്ടേക്ക് എത്തുന്നു. ഐലൻഡിൽ വെച്ച് നടന്ന സംഭവത്തെ ആസ്പദമാക്കി കോൾ ഒരു നാടകം തന്നെ അവിടെ ഉണ്ടാക്കുന്നു. ആനിന് പകരം വേറൊരു പെണ്ണിനെ കോങ്ങിന് മുന്നിൽ കാഴ്ചവെക്കുമ്പോൾ ആദ്യം അത് ആനാണെന്ന് കോങ് കരുതുന്നു. അല്ലാത്തതിനാൽ ദേഷ്യം കൊണ്ട് ചങ്ങലയൊക്കെ വലിച്ചു പൊട്ടിച്ച് അവിടെയുള്ള ജനങ്ങളെയെല്ലാം എടുത്തെറിയുകയാണ്. ശേഷം കോങ് സിറ്റിക്ക് പുറത്തിറങ്ങുന്നു. കാര്യങ്ങളാകെ വഷളാവുകയാണ്. ആ സമയം ജാക്ക് വണ്ടിയുമായി കോങ്ങിന് മുന്നിൽ വരുമ്പോൾ ജാക്കിനെ കണ്ട് കോങ്ങിന് അവനെ മനസ്സിലാവുകയാണ്. തുടർന്ന് ജാക്കിനെ പിന്തുടർന്ന് പോകുമ്പോൾ അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. തുടർന്ന് ആക്രമണത്തിൽ ജാക്കിൻ്റെ വണ്ടി അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വിവരമറിഞ്ഞ് ആന ആ റോഡ് വഴി നടന്നു വരികയാണ്. ആനിനെ കണ്ടതോടെ കോങ്ങിന് സന്തോഷമടക്കാനാവാതെ ഒരു ഞെട്ടലോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. തുടർന്ന് അവളെയും എടുത്ത് മഞ്ഞുകട്ടയിൽ സന്തോഷമടക്കാനാവാതെ ചറുവി കളിക്കുന്നു. പെട്ടെന്ന് കോങ്ങിന് നേരെ ബുള്ളറ്റുകൾ വരികയാണ്. കോങ്ങിനെ കൊല്ലാൻ പട്ടാളങ്ങൾ തുരുതുര വരുന്നു. അങ്ങനെ കോങ് അവളെയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പൊക്കമുള്ള ഫ്ലാറ്റിൽ കയറി ഏറ്റവും മുകളിലെത്തുന്നു. എന്നിട്ട് സമാധാനത്തോടെ അവളുമായി കുറച്ച് സമയം ചിലവഴിക്കുകയാണ്.
അങ്ങനെ രാവിലെയായി തുടങ്ങുന്നു. പട്ടാളക്കാർ ഫ്ലൈറ്റിൽ കോങ്ങിന്റെ അന്ത്യത്തിനു വേണ്ടി പാഞ്ഞു വരികയാണ്. എന്നാൽ ആനിനെ മാറ്റി നിർത്തി ഏറ്റവും മുകളിൽ കയറി 2-3 ഫ്ലൈറ്റുകളെ കോങ് തകർത്ത് കളയുന്നു. ഈ സമയം താഴെ ജാക്ക് പട്ടാളക്കാരുടെ കണ്ണ് വെട്ടിച്ച് ആ ഫ്ലാറ്റിനകത്ത് കയറുകയാണ്. കോങ്ങിന്റെ ദേഹത്ത് ഒരുപാട് ബുള്ളറ്റുകൾ കൊള്ളുന്നു. അവസാനം അവശനിലയിലായി നിൽക്കുമ്പോൾ ആനും ഏണി വഴി മുകളിൽ കയറി അവസാനമായി ഒരു നോക്കുകയാണ്. കോങ്ങും അവളെ ഒരു നോട്ടം നോക്കി പതുക്കെ പതുക്കെ മരിച്ച് താഴേക്ക് വീഴുന്നു. ആനിന്റെ സമനിലയാകെ തെറ്റുകയാണ്. അപ്പോഴേക്കും ജാക്ക് മുകളിൽ വന്ന് അവളെ സമാധാനപ്പെടുത്തി കെട്ടിപ്പിടിക്കുന്നു. താഴെ പത്രക്കാരും ജനങ്ങളുമെല്ലാം കൂടി കോങ്ങിന്റെ ബോഡിയെ നോക്കി നിൽക്കുകയാണ്. ഒപ്പം ഇതിനൊക്കെ കാരണക്കാരനായ കോളും അവിടെ നിൽപ്പുണ്ട്. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.